പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളം ഡബ്ബിങ്ങിലടക്കം പുതുതായി OTT റിലീസായ കുറച്ച് സിനിമകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചിത്രം കൽക്കി. 2024 റിലീസായ സൈഫൈ ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തെലുങ്കു മൂവിയാണ് കൽക്കി. നാഗ് അശ്വിൻ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ പ്രഭാസ്, ദീപിക പഡ്കോൺ, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ മിത്തോളജിയുമായൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് മോഡേൺ വേൾഡിൽ നടക്കുന്ന ഒരു കഥയാണ് ചിത്രം പറയുന്നത്. ഭൂമിയിലെ അവസാനത്തെ നഗരമെന്ന് അറിയപ്പെടുന്ന കാശിയും അവിടെ നിലകൊള്ളുന്ന നീചശക്തികളിൽ നിന്നും അവിടുത്തെ ജനങ്ങളെയും ആ നഗരത്തെയുമൊക്കെ സംരക്ഷിക്കാനായി ശ്രമിക്കുന്ന മറ്റൊരു സംഘവും അവരുടെ അതിജീവനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയുമൊക്കെ കഥയുമാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. മികച്ച ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ഒക്കെ സമ്മാനിക്കുന്ന ഡീസൻറ്റ് വാച്ചബിൾ സൈഫൈ ആക്ഷൻ ഡ്രാമ മൂവിയാണ് കൽക്കി എന്ന് പറയാം. തിയേറ്ററിലെ വൻ വിജയത്തിന് ശേഷം സിനിമ ഇപ്പോൾ മലയാളം ഡബ്ബിങ്ങിൽ ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ആമസോൺ പ്രൈമിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് IMDb 7.6 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രം ജാക്ക് പോട്ട്. 2024 റിലീസായ കോമഡി ആക്ഷൻ ഗണത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ് ജാക്ക് പോട്ട്. പോൾ ഫീഗ് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ ജോൺ സീനയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2030 കാലിഫോർണിയയിൽ നടക്കുന്ന ഒരു കഥ എന്ന രീതിയിലാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. അവിടെയുള്ള ഒരു ജാക്ക്പോട്ട് ലോട്ടറി ഗെയിം, അതിൽ വിന്നറാവുന്നവർക്ക് വലിയ ഒരു പ്രതിഫലമാണ് ലഭിക്കുക. സമ്മാനത്തുക വാങ്ങാനായി പോകുന്ന ആ ഒരു ദിവസത്തിനുള്ളിൽ വിജയിച്ചയാളെ ആരെങ്കിലും കൊലപ്പെടുത്തിയാൽ അവർ വിജയികളായി മാറും എന്നൊരു നിയമവും നിലനിൽക്കുകയാണ്. അങ്ങനെയിരിക്കെ യാദൃശ്ചികമായി നായിക ജാക്ക്പോട്ട് വിന്നറായി മാറുന്നതും അതിനെ തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. കോമഡിയും ആക്ഷനുമൊക്കെയായി ഫൺ മൂഡിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു ആവറേജ് വൺ ടൈം വാച്ചബിൾ ഇംഗ്ലീഷ് മൂവിയാണ് ജാക്ക്പോട്ട് എന്ന് പറയാം. സിനിമ ഇപ്പോൾ മലയാളം ഡബ്ബിങ്ങിൽ ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി ആമസോൺ പ്രൈമിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് IMDb 5.8 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. മൂന്നാമത്തെ ചിത്രം അർജുന ഫൽഗുന. 2021 റിലീസായ കോമഡി ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന തെലുങ്കു മൂവിയാണ് അർജുന ഫൽഗുന. തേജ മർണി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ ശ്രീവിഷ്ണു, അമൃത അയ്യർ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗ്രാമത്തിൽ കൂട്ടുകാരും പ്രണയവുമൊക്കെയായി സാധാരണ ജീവിതം നയിച്ചു വരുന്ന നായകൻ. അങ്ങനെയിരിക്കെ നായകന്റെ ഒരു കൂട്ടുകാരന് സാമ്പത്തികമായി ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുകയും അവൻ്റെ വീട് ബാങ്കുകാർ ജപ്തി ചെയ്യും എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയുമാണ്. ഈ ഒരു പ്രശ്നത്തിൽ നിന്നും അവനെ സംരക്ഷിക്കാനായി നായകനും സംഘവും ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുന്നതും തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഒരു കൊമേഴ്ഷ്യൽ തെലുങ്കു സിനിമയുടെ ഫോർമാറ്റിൽ ആക്ഷനും റൊമാൻസും കോമഡിയും ത്രില്ലിംഗ് എലമെൻസുമൊക്കെയായി കഥ പറഞ്ഞു പോകുന്ന ഒരു ആവറേജ് തെലുങ്കു കോമഡി ത്രില്ലർ മൂവിയാണ് അർജുന ഫാൽഗുന എന്ന് പറയാം. ആമസോൺ പ്രൈമിലൂടെ റിലീസായ സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ ഇപ്പോൾ യൂട്യൂബിലൂടെയാണ് പ്രീമിയർ ചെയ്തിട്ടുള്ളത്. സിനിമയ്ക്ക് IMDb 4.8 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. നാലാമത്തെ ചിത്രം ഇന്ത്യൻ 2. 2024 റിലീസായ ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് ഇന്ത്യൻ 2. ശങ്കർ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ കമൽഹാസൻ, സിദ്ധാർത്ഥ്, രാഘുൽ പ്രീത് സിംഗ് എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ എന്ന സിനിമയുടെ ഒരു സീക്വലായി 2024 റിലീസായ സിനിമയാണ് ഇന്ത്യൻ 2. നഗരത്തിൽ നടക്കുന്ന അനീതികൾക്ക് എതിരെ പോരാടാനായി ഒരു കൂട്ടം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ മുൻപും ഇടപെട്ടിട്ടുള്ള സേനാപതി എന്ന ഇന്ത്യനെ തിരിച്ചു കൊണ്ടുവരാനായി തീരുമാനിക്കുന്നതും തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. സാമൂഹികമായ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഒരു ആക്ഷൻ ത്രില്ലർ എന്ന രീതിയിലെത്തിയ രണ്ടാം ഭാഗത്തിന് ഒരു ബിലോ ആവറേജ് അനുഭവം മാത്രമാണ് സമ്മാനിക്കാനായി സാധിച്ചിട്ടുള്ളത്. സിനിമ ഇപ്പോൾ തമിഴിലും മലയാളത്തിലും ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളിലായി നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. സിനിമയ്ക്ക് IMDb 4.2 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. അഞ്ചാമത്തെ ചിത്രം ഗൗതം നന്ദ. 2017 റിലീസായ കോമഡി ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തെലുങ്കു മൂവിയാണ് ഗൗതം നന്ദ. സമ്പത്ത് നന്ദി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ ഗോപി ചന്ദ്, ഹൻസിക, കാതറിൻ തെരേസ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാണാൻ ഒരേ മുഖച്ഛായയുള്ള 2 പേർ
ഒരാൾ വലിയ ഒരു കോടീശ്വരനായ ബിസിനസ്സുകാരൻ്റെ മകനായി എല്ലാ സുഖസൗകര്യങ്ങളോടുകൂടിയും ജീവിച്ചു വരികയാണ്. അതേസമയം മറ്റൊരുത്തൻ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജീവിച്ച് പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോകേണ്ടി വരികയുമാണ്. ഒരു ഘട്ടത്തിൽ രണ്ടുപേരുടെയും ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കാരണം അവർക്ക് ജീവിതം മടുക്കുകയും ജീവിതം അവസാനിപ്പിച്ചാലോ എന്നുവരെ ചിന്തിക്കുകയുമാണ്. അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായി രണ്ടുപേരും കാണാനിടയാവുന്നതും ഒരേ രൂപത്തിലുള്ള അവർ അവരുടെ ജീവിതാവസ്ഥയിൽ മാറ്റം വരുത്താൻ ഒരു 30 ദിവസം പരസ്പരം വീടും ഐഡൻറ്റിറ്റിയുമൊക്കെ മാറി താമസിക്കാനായി തീരുമാനിക്കുന്നു. അതിനെ തുടർന്ന് പിന്നീട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. കോമഡിയും പ്രണയവും ഇമോഷൻസുമൊക്കെയായി കഥ പറഞ്ഞു പോകുന്ന ഒരു നൈസ് വാച്ചബിൾ എൻ്റർടൈൻമെൻറ്റ് തെലുങ്കു മൂവിയാണ് ഗൗതം നന്ദ എന്ന് പറയാം. സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. സിനിമയ്ക്ക് IMDb 6.3 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. ആറാമത്തെ ചിത്രം എനിമി. 2021 റിലീസായ ആക്ഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ് എനിമി. ആനന്ദ് ശങ്കർ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ വിശാൽ, ആര്യ, മമത മോഹൻദാസ് എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പത്തിൽ ഒരുമിച്ച് വളർന്ന രണ്ട് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ചില കാരണങ്ങളാൽ വേർപിരിയുകയും വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടുന്ന അവസരത്തിൽ രണ്ടുപേരും പരസ്പരം ശത്രുക്കളായി മാറുന്നതും അതിനെ തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഒരു ആക്ഷൻ ത്രില്ലർ മൂവി എന്ന രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ തമിഴ് മൂവിയാണ് എനിമി എന്ന് പറയാം. തമിഴിൽ റിലീസായ സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷനും ഇപ്പോൾ സോണി ലൈവിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് IMDb 6.1 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. ഈ സിനിമകളെല്ലാം തന്നെ മലയാളം ഡബ്ബിങ്ങിൽ ഉൾപ്പെടെ ലഭ്യമാണ്. മലയാളം ഡബ്ഡ് സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ സിനിമകളൊക്കെ ഇതിനോടകം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.